നമസ്കാരം. ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയിലേക്കുള്ള ഒഴിവുകളെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ആണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. വിവിധ തസ്തികകളിലായിട്ട് ആകെ മൊത്തം 756 ഒഴിവുകളാണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. 10ാം ക്ലാസ് പാസ് IT യോഗ്യതയുള്ളവരിൽ നിന്നാണ് ഇപ്പോൾ അവർ അപേക്ഷകൾ ക്ഷണിക്കുന്നത്. വിവിധ തസ്തികകളിലേക്ക് ഇപ്പോൾ നിങ്ങളുടെ മൊബൈൽ വഴിയും നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏതൊക്കെ വേക്കൻസികളാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്, ഓരോ തസ്തികയിലേക്കും അപേക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതകൾ എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത്, പ്രായപരിധി, സ്കെയിൽ ഓഫ് പേ, അപേക്ഷിക്കേണ്ട വിധം, അപേക്ഷാ ഫീസ് ഉണ്ടെങ്കിൽ അപേക്ഷാ ഫീസ്, സെലക്ഷൻ പ്രൊസീജിയർ എന്നിവയാണ് നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകാം. ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയും കൂടി ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഒരു പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോകളും നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുകയുള്ളൂ. വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോയിൽ അവൈലബിൾ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയിലേക്കുള്ള വിവിധ യൂണിറ്റുകളിലായിട്ട് വിവിധ തസ്തികകളിലായിട്ട് ആകെ മൊത്തം 756 ഒഴിവുകളാണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. റെയിൽവേ റിക്രൂട്ട്മെന്റ് സെൽ ഭുവനേശ്വർ നോട്ടിഫിക്കേഷൻ പുറത്തിറക്കുന്ന ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് 7/2/2022 ആണ്. അതോടൊപ്പം തന്നെ അപേക്ഷകൾ സമർപ്പിക്കേണ്ട രീതിയായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് ഓൺലൈൻ വഴിയാണ്. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ തുടങ്ങുന്ന ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് 8/2/2022 ആണ്. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് 7/3/2022 അവരുടെ അപ്രന്റീസ് ആക്ട് 1961 പ്രകാരമുള്ള അപ്രന്റീസ് ട്രെയിനിഷിപ്പിലേക്കുള്ള വിവിധ തസ്തികകളിലായിട്ടുള്ള വേക്കൻസികളാണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. അതായത് ഇത് പൂർണ്ണമായിട്ടും അപ്രന്റീസ് ട്രെയിനിഷിപ്പിന് വേണ്ടി മാത്രമുള്ള വേക്കൻസിയാണ് എന്ന് കൂടി ഓർപ്പിക്കുന്നു. വേക്കൻസി ഡീറ്റെയിൽസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് തന്നെ അവർ പറഞ്ഞിട്ടുള്ളത് മോഡ് ഓഫ് സെലക്ഷൻ അല്ലെങ്കിൽ സെലക്ഷൻ പ്രൊസീജിയറിനെ കുറിച്ചാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അവർ ചോദിച്ചിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ പ്രകാരം നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ അപേക്ഷകൾ സമർപ്പിച്ചതിന് ശേഷം എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് എന്നൊരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ മെറിറ്റിന്റെ ബേസിൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഡോക്യുമെന്റ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതുവഴിയായിരിക്കും നിങ്ങൾക്ക് സെലക്ഷൻ ഉണ്ടായിരിക്കുക എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് അവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ കാണാനും സാധിക്കുന്നതാണ്. ദയവായിട്ട് അതുകൂടെ ചെക്ക് ചെയ്യുക. വേക്കൻസി ഡീറ്റെയിൽസ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് വേക്കൻസിയുടെ ഒരു ഡീറ്റെയിൽഡ് ചാർട്ടാണ് നമുക്കിപ്പോൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ നൽകിയിട്ടുള്ളത്. ചെക്ക് ചെയ്യുന്ന സമയത്ത് വിവിധ യൂണിറ്റുകളുണ്ട്. ആകെ മൊത്തം 4 യൂണിറ്റുകളിലായിട്ട് 756 ഒഴിവുകളാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. ചെക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ യൂണിറ്റ് ആയിട്ടുള്ള കാരേജ് റിപ്പയർ വർഷം മഞ്ചേശ്വർ ഭുവനേശ്വറിലേക്ക് 190 ഒഴിവുകളാണുള്ളത്. അതോടൊപ്പം തന്നെ ഖുദ്ര റോഡ് ഡിവിഷനിലേക്ക് 237 ഒഴിവ്, വാൾട്ടയർ ഡിവിഷനിലേക്ക് 263 ഒഴിവുകളാണുള്ളത്. അതോടൊപ്പം തന്നെ സാമ്പൽപൂർ ഡിവിഷനിലേക്ക് 66 ഒഴിവ്. അങ്ങനെ ആകെ മൊത്തം 756 ഒഴിവുകളാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഓരോ യൂണിറ്റിലേക്കുമുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഏതൊക്കെ ട്രേഡുകളിലേക്ക് എത്രയൊക്കെ വേക്കൻസികളാണ് അവൈലബിൾ ആയിട്ടുള്ള അതിന്റെ റിസർവേഷൻ ബേസ് സ്പ്ലിറ്റ് അപ്പ് ചെയ്തിട്ടുള്ള ഒരു ചാർട്ടൂടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ കാണാനും സാധിക്കുന്നതാണ്. ദയവായിട്ട് അതുകൂടി ചെക്ക് ചെയ്യുകയും കൂടെ ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രായപരിധിയായിട്ട് പറഞ്ഞിട്ടുള്ളത് മിനിമം 15 വയസ്സ് മുതൽ മാക്സിമം 24 വയസ്സ് വരെയുമാണ് പറഞ്ഞിട്ടുള്ളത്. കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് നൽകിയിട്ടുള്ളത് 7/3/2022 അതോടൊപ്പം തന്നെ നിങ്ങൾ ഏജ് റിലാക്സേഷൻ എലിജിബിൾ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർ ഏജ് റിലാക്സേഷനും നൽകുന്നുണ്ട്. നിങ്ങൾ OBC NCL കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷനും, SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷനും, അതോടൊപ്പം തന്നെ പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് ഉള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 10 വർഷത്തെ ഏജ് റിലാക്സേഷനുമാണ് നൽകുന്നത്. നിങ്ങൾ ഏജ് റിലാക്സേഷൻ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ അവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുള്ള ഏജ് റിലാക്സേഷന്റെ ഡീറ്റെയിൽസ് പൂർണ്ണമായിട്ടും വായിച്ചു നോക്കിയതിനു ശേഷം മാത്രം അപേക്ഷകൾ സമർപ്പിക്കാൻ കൂടി ശ്രമിക്കണം എന്നുകൂടി ഓർപ്പിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ ചോദിച്ചിട്ടുള്ളത് 10ാം ക്ലാസ് പാസ്സായിരിക്കണം എന്നവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മിനിമം 50% മാർക്കോട് കൂടി ഓർഗനൈസ്ഡ് ബോർഡിൽ നിന്നും 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതിനോടൊപ്പം തന്നെ അവർ ചോദിച്ചിട്ടുള്ള നോട്ടിഫൈഡ് ട്രേഡിൽ നിങ്ങൾക്ക് ITയുടെ NCVT SCVT യോഗ്യത ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 2 യോഗ്യതയുള്ള കാൻഡിഡേറ്റ്സിൽ നിന്നാണ് ഇപ്പോൾ അവർ അപേക്ഷകൾ ക്ഷണിക്കുന്നത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനായിട്ട് ഒരു അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ്. അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത് 100 രൂപയാണ് അപേക്ഷാ ഫീസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ട രീതിയായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് ഓൺലൈൻ വഴിയാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കുന്ന സമയത്ത് തന്നെ പേയ്മെന്റ് ഗേറ്റ്വേ വരുന്നതാണ്. അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷാ ഫീസ് അടയ്ക്കാനും സാധിക്കുന്നതുമാണ്. അതുപോലെ തന്നെ അവർ പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ SC/ST
PWBD വുമൺ കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ അപേക്ഷാ ഫീസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ട കാര്യമില്ല എന്നൊരു പ്രത്യേകം പറഞ്ഞിട്ടുമുണ്ട്. അതുകൂടി ഓർപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ട രീതിയായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് ഓൺലൈൻ വഴിയാണ്. വേറെ യാതൊരു വിധമായ അപേക്ഷാ മെത്തേഡും അവർ സ്വീകരിക്കുന്നതല്ല. ഇതിനായിട്ട് അവർ റെയിൽവേ റിക്രൂട്ട്മെന്റ് സെല്ലിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി വേണം നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട്. അപേക്ഷകൾ സമർപ്പിക്കേണ്ട ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അതിനെ ഫോളോ അപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതുമാണ്. ഇങ്ങനെ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കുന്ന സമയത്ത് അവർ ചോദിച്ചിട്ടുള്ള എല്ലാ റെലവൻറ്റ് ഡോക്യുമെന്റുകളും സർട്ടിഫിക്കറ്റുകളും അവർ ചോദിച്ചിട്ടുള്ള അതേ സൈസിലും അതേ ഫോർമാറ്റിലും നിങ്ങൾ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതായിട്ടുണ്ട്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഏതൊക്കെ സൈസിലാണ് ഏതൊക്കെ ഫോർമാറ്റിലാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതെന്നുള്ള കാര്യം, അതോടൊപ്പം തന്നെ ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതെന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ടും വായിച്ചു നോക്കിയതിനു ശേഷം അവർ ചോദിച്ചിട്ടുള്ള എല്ലാ റെലവൻറ്റ് ഡോക്യുമെന്റുകളും സർട്ടിഫിക്കറ്റുകളും വെച്ച് വേണം അപേക്ഷകൾ സമർപ്പിക്കണം എന്ന് കൂടി ഓർപ്പിക്കുകയും ചെയ്യുന്നു. അല്ലാത്ത പക്ഷം നിങ്ങൾ ഏതെങ്കിലും ഒരു ഡോക്യുമെന്റുകളോ സർട്ടിഫിക്കറ്റുകളോ മിസ്സാകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇൻകംപ്ലീറ്റ് ആപ്ലിക്കേഷൻ എന്ന കാറ്റഗറിയിൽ വെച്ചിട്ട് അവർ റിജക്ട് ചെയ്യുന്നതാണ് എന്ന് കൂടി ഓർപ്പിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ നോട്ടിഫിക്കേഷനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിലോ അഡ്മിനിസ്ട്രേറ്റീവ് ഇഷ്യൂസ് ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനും എൻക്വയറി ചെയ്ത് ക്ലാരിഫൈ ചെയ്യാനുമായിട്ട് അവർ 2 നമ്പർ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നതാണ്. നമ്പർ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അതിനെ ഫോളോ അപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് എൻക്വയറി ചെയ്തിട്ട് ക്ലാരിഫൈ ചെയ്യാനും സാധിക്കുന്നതാണ്. അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വർക്കിംഗ് ഡേയിൽ വർക്കിംഗ് ടൈമിൽ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയുള്ള സമയങ്ങളിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് ക്ലാരിഫൈ ചെയ്യാനും സാധിക്കുന്നതുമാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ദയവായിട്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. ഒരുപക്ഷെ അവർക്കും ഇത് ഉപകാരപ്രദമായേക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇത്രയും നാളും നൽകി വരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി. അടുത്ത പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ഇറ്റ്സ് സൈനിങ് ഓഫ് ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി.